ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞാൻ ദേ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായത് ഓണക്കോടിയൊക്കെ ഇട്ടിരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി? നേരെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കളയിൽ നമുക്ക് സദ്യ പരിപാടിയൊക്കെ ഉണ്ട്. സദ്യ ഉണ്ടാക്കണ്ടേ, ഓണമല്ലേ? അപ്പോൾ സദ്യയുടെ പരിപാടിയിലോട്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേ അമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് ഓണാവണ്ട, കുറച്ച് എനർജി കിട്ടേണ്ട. ഒരു കട്ടൻ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ജിൽ നിൽക്കാൻ പറ്റും. അതുകൊണ്ട് കട്ടനൊക്കെ കുടിച്ചിട്ട് പയ്യെ നമുക്ക് ഓരോ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ അവയിലുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇതേ കഴുകി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പിലും പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെക്കും. റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ഈ വീഡിയോ കൂടുതലും അടുക്കള വിശേഷമായിരിക്കും. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയില്ല, അടുക്കള തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ പരിപാടികൾക്കൊന്നും പോയില്ല, നമ്മൾ പൂക്കളൊന്നും അങ്ങനെ ഇട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പരിപാടികൾക്കൊന്നും പോയില്ല, നേരെ അടുക്കള പരിപാടി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റാക്കി. അതുകൊണ്ട് കൂടുതൽ അടുക്കളയുടെ വിശേഷങ്ങളായിരിക്കും. പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കുന്ന പരിപാടിയും അല്ലാണ്ട് ഒന്നുമില്ല. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഉള്ളൂ കേട്ടോ, ഉച്ച വരെ ഉള്ളൂ. അപ്പം ഒരുപാട് ഞാൻ നിങ്ങളെ കുക്കിംഗ് കാണിച്ച് ബോറടിപ്പിക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിട്ടോ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതേ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനി അത് അരപ്പിട്ടിട്ട് പിന്നെ കടുകും താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അത് സാമ്പാർ ഉണ്ടാക്കി കടുക് തളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ കടുക് തളിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ വറവിടുക, അങ്ങനെ പല പേരിലും പറയും കേട്ടോ. ഇവിടെ കടുക് തളിക്കാന്ന് കേട്ടോ പറയും. അങ്ങനെ സാമ്പാർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഉപ്പേരി ഇവിടെ മെഴുക്കുരട്ടി എന്നാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് ഉപ്പേരി എന്നേ ഇപ്പോൾ വായി വരത്തുള്ളൂ. അപ്പം ഞാൻ പയറും നമ്മുടെ ബീൻസും കൂടിയുള്ള മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അമ്മ നമ്മൾ അടിപൊളി ഒരു എന്ത് പച്ചടിയായിരുന്നു, കുമ്പളങ്ങ പച്ചടി സെറ്റാക്കി അതിനും കടുക് താളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിയും നമ്മുടെ കാളനും തലേദിവസം സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. അതിന് ഏകദേശം നമ്മുടെ കറികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അവിയൽ സെറ്റായിട്ടുണ്ട്, നമ്മുടെ പച്ചടി സെറ്റായിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും നമ്മൾ തലേദിവസമൊക്കെ സെറ്റാക്കി വെച്ചുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനത്തെ സാമ്പാർ, കാളൻ, പിന്നെ നമ്മുടെ പപ്പടം, പിന്നെ പായസം നമ്മൾ പാലട ആട്ടം ഉണ്ടാക്കി മിക്സില്ലേ, പാലട മിക്സില്ലേ, അത് വെച്ചാട്ടോ നമ്മൾ സെറ്റാക്കിയത്. പിന്നെ നമ്മുടെ തോരനായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, മെഴുക്കുവരട്ടി ആട്ടം ഉണ്ടാക്കി. നമ്മുടെ അച്ചിങ്ങ പയറും ബീൻസും കൂടി സെറ്റാക്കിയത് കേട്ടോ. അങ്ങനെ വെച്ചു. ഇനി നമ്മൾ എന്നാ ഫുഡ് കഴിക്കാറാകുമ്പോൾ നമുക്ക് ഓണത്തപ്പന് നമ്മൾ ഫുഡ് കൊടുക്കും, എന്ന് വെച്ചാൽ സദ്യ കൊടുക്കും, എന്നിട്ടേ നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ. ഇപ്പോൾ പലയിടത്തും പല രീതിയിലാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ പണ്ട് തൊട്ട് ഇങ്ങനെയാണ്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്. ചിലവരുടെ അടുത്ത് ഓണം വിളിക്കേണ്ട ഉത്രാടത്തിൻ്റെ അന്നോ അങ്ങനെ ഓണം വിളിക്കില്ല, അങ്ങനെ ഓണത്തപ്പനെ വെക്കലും അങ്ങനത്തെ പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ വിളക്ക് വെച്ചിട്ട് സദ്യ വയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓണത്തപ്പം വന്ന് കഴിക്കും, മാവേലി വന്ന് കഴിക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെയാണ്. അതങ്ങനെ അത് നമ്മളിപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളിത് ഫോളോ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളുണ്ടാക്കിയ എല്ലാ ഐറ്റങ്ങളും കുറച്ച് വെച്ചായിട്ട് നമ്മൾ ഓണത്തപ്പന് വയ്ക്കും. എന്നിട്ട് അത് നമ്മൾ ചിലപ്പം വീട്ടിലുള്ള ആരെങ്കിലും കഴിക്കും, കൂടുതലും അച്ഛനായിരുന്നു കഴിക്കാറുള്ളത്. അത് ആരാണ് മുതിർന്ന ആരാണ് അവർ കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തപ്പനൊക്കെ വെച്ചത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെച്ചാട്ടോ വയ്ക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും. ഇനിയിപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഊഴാണ്, നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. കുറച്ച് ചോറും പിന്നെ നമ്മുടെ പുളിശ്ശേരി. ഞാൻ സാമ്പാർ കഴിക്കില്ല കേട്ടോ. സാമ്പാർ കഴിക്കും, അങ്ങനെ എപ്പോഴും കഴിക്കില്ല. എനിക്ക് സദ്യയുടെ കൂടെ സാമ്പാറിനേക്കാൾ ഇഷ്ടം പുളിശ്ശേരി, മോരുകറി, പച്ചമോര്, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. സാമ്പാർ എനിക്ക് അങ്ങോട്ട് പോകത്തില്ല, അതുകൊണ്ട് ഞാൻ സാമ്പാർ എടുത്തില്ല കേട്ടോ. പിന്നെ പപ്പടം, പഴം, പായസം, പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി, പിന്നെ അച്ചാർ, അവിയൽ, പച്ചടി, പിന്നെ നമ്മുടെ എന്താ പറയുക വാഴയ്ക്ക ഉപ്പേരി, വാഴയ്ക്ക വറുത്തത്, ശർക്കര വരട്ടി, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ഓണം സദ്യ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചോറ് കഴിക്കും, എന്നിട്ട് നമ്മൾ പായസവും. ഞാൻ പണ്ടൊന്നും പായസവും പപ്പടവും പഴമൊന്നും കൂട്ടി കഴിക്കത്തില്ലായിരുന്നു, എനിക്ക് അരോചകമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും ഇതൊക്കെ ഞാൻ പായസം വേറെ പപ്പടം വേറെ, പപ്പടം ചോറിൻ്റെ കൂടെ കഴിക്കും, പഴം ഞാൻ കഴിക്കാറേ ഇല്ലായിരുന്നു. പായസം സാധാരണ നമ്മൾ ഗ്ലാസ്സിൽ കുടിക്കും. പക്ഷേ ഇപ്പം നേരെ തിരിച്ചായി, ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുന്നു. ഒരു വട്ടം കഴിച്ച് നോക്കിയപ്പോൾ പിന്നെ എനിക്കിതാണ് ഇഷ്ടം.
പിന്നെ പലയിടത്തും പല രീതിയിലാട്ടോ. പലയിടത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ബോളിയും പായസം, ബോളി ഉണ്ടാക്കാൻ റെഡിമെയ്ഡ് മേടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ദേ പായസവും കഴിച്ചു. നമ്മൾ സദ്യ അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഒരു ഉച്ച ഉറക്കം, അത് മസ്റ്റാണ് അല്ലേ? ഇനി സദ്യയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉച്ച ഉറക്കം അത് മസ്റ്റാണ്. അപ്പം വേറെ ഒന്നുമില്ല, ഇനി കുറച്ച് നേരം പോയി കിടന്നുറങ്ങും. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.